പാർലമെന്റിനാണ് പരമാധികാരമെന്ന ഉപരാഷ്ട്രപതിയുടെ പരാമർശം തള്ളി ചീഫ് ജസ്റ്റിസ് ബി.ആർ. ഗവായി. പരമാധികാരം ഭരണഘടനയ്ക്കാണെന്നും ചീഫ് ജസ്റ്റിസ്. കേശവാനന്ദ ഭാരതി കേസിലെ വിധി ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നതെന്ന് ഓർമ്മപ്പെടുത്തി ചീഫ് ജസ്റ്റിസ്. അബ്ദുൾ റഷീദ് ചേരുന്നു. അബ്ദുൾ റഷീദ്, ഉപരാഷ്ട്രപതി കോടതിക്കെതിരായി നടത്തിയ പരാമർശങ്ങളെ അതേ രീതിയിൽ തന്നെ ഭരണഘടനയെ മുൻനിർത്തി നേരിടുകയാണ് ചീഫ് ജസ്റ്റിസ്. വിശദാംശങ്ങൾ. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഈ രാജ്യസഭ അധ്യക്ഷനും അതോടൊപ്പം ഉപരാഷ്ട്രപതിയുമായിട്ടുള്ള ജഗദീപ് ധൻഖറിന്റെ വധത്തിനെയാണ് ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് ബി.ആർ. ഗവായി തള്ളിയിരിക്കുന്നത്. പ്രധാനമായും ഊന്നി പറയുന്നത് നീതിന്യായ വ്യവസ്ഥയോ അല്ലെങ്കിൽ ഭരണനിർവഹണമോ പാർലമെന്റിനോ ഉള്ള പരമാധികാരമില്ല. ഈ മൂന്ന് വിഭാഗങ്ങളും ഭരണഘടനയ്ക്കാണ് അധികാരമെന്ന് ചീഫ് ജസ്റ്റിസ് ബി.ആർ. ഗവായി എന്ന് പറഞ്ഞിരിക്കുന്നു. പാർലമെന്റിനാണ് പരമാധികാരമെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ പറഞ്ഞിരുന്നു. അതിന് മറുപടിയായിട്ടാണ് ഇപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ബി.ആർ. ഗവായിയുടെ പ്രതികരണം. ഭരണഘടനയ്ക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ട അധികാരം, അത് നടപ്പാക്കുക എന്നുള്ളതാണ് ഓരോ ജുഡീഷ്യറിയുടെയും എക്സിക്യൂട്ടീവിൻ്റെയും ലെജിസ്ലേറ്റീവിൻ്റെയും ജോലിയെന്ന് വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നു. റഷീദ് തുടരുന്നു. റഷീദ്. അഷമി, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ നീതിന്യായ വ്യവസ്ഥയോ ഭരണനിർവഹണമോ അല്ലെങ്കിൽ പാർലമെന്റിനോ അല്ല പരമാധികാരം എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് ബി.ആർ. ഗവായി ചൂണ്ടിക്കാണിക്കുന്നത്. പരമാധികാരം എന്ന് പറയുന്നത് പൂർണ്ണമായും അത് ഭരണഘടനയ്ക്കാണ്. നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ മൂന്ന് വിഭാഗങ്ങളും ഭരണഘടനയെ അനുസരിക്കണമെന്നുള്ള ഒരു നിർദ്ദേശവും ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് ബി.ആർ. ഗവായി മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. എന്തായാലും ചുമതലയേറ്റ ശേഷം മഹാരാഷ്ട്രയിൽ തന്റെ ജന്മനാട്ടിൽ നടത്തിയിട്ടുള്ള ഒരു സ്വീകരണ ചടങ്ങിലാണ് ഇത്തരത്തിലൊരു പരാമർശം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള ഒരു ജഗദീപ് ധൻഖർ നേരത്തെ ഇത്തരത്തിലൊരു പരാമർശം ഉന്നയിച്ചിരുന്നു. അതായത് ഈ പാർലമെന്റിനാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമവ്യവസ്ഥകൾ കൊണ്ടുവരാനും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഈ ഭരണഘടനയിൽ ഏതെങ്കിലും മാറ്റം കൊണ്ടുവരാനുള്ള പൂർണ്ണ അധികാരം പാർലമെന്റിനാണ് എന്ന തരത്തിലുള്ള ഒരു പരാമർശം ഉണ്ടായിരുന്നു. എന്നാൽ ഈ പരാമർശത്തെയാണ് ഇപ്പോൾ തള്ളിക്കൊണ്ട് ചീഫ് ജസ്റ്റിസ് രംഗത്തെത്തിയിട്ടുള്ളത്. ഷമി.